ഡോക്ടർ ജിൻഡോ ജോൺ, CPIM ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഊന്നുക എന്നതിന്റെ സൂചനകൾ ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമീപനം ഇതിൽ എന്തായിരിക്കും? കാരണം ലീഗുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ നേരത്തെ നടത്തിയ പല പ്രസ്താവനകളും എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അത് CK ഗോവിന്ദൻ നായർ പറഞ്ഞത് തൊട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. ഇതിലൊരു തുടർച്ചയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നിങ്ങളിപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലെടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ. വെള്ളാപ്പള്ളി പല പ്രസംഗങ്ങളും നടത്തുമ്പോൾ ചിലതിനെ അവഗണിച്ചു പോവുക, ചിലതിന് മാത്രം പരിമിതമായ പ്രതികരണങ്ങൾ നടത്തി പോവുക. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ സാധ്യമാകുമോ? അതാണോ അതിൻ്റെ രീതി? സ്മൃതി, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ CPM പറ്റുന്ന അബദ്ധം അവിടെയാണ്. അവർക്ക് ആ അബദ്ധം പറ്റുന്നതിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയൊന്നുമില്ല. കാരണം അവർ ഈ വിതയ്ക്കുന്നതിൻ്റെയൊക്കെ വിള കൊയ്യാൻ പോകുന്നത് BJP ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പാർട്ടി മാറുമ്പോൾ, ഏതെങ്കിലും നേതൃനിരയിലുള്ള ആളുകൾ പാർട്ടി മാറുമ്പോൾ, ഫേസ് വാല്യൂ ഉള്ള ആളുകൾ മാറുമ്പോൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പ്രാദേശികമായിട്ട് BJPയിലേക്ക് പോയ ആളുകളിൽ ബഹുഭൂരിപക്ഷവും CPMന്റെ പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള ആളുകളായിരുന്നു. ഒരു യാഥാർത്ഥ്യം. അത് മറച്ചവർ എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണ്. ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വർഗീയവാദികളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളെ താലോലിക്കുന്ന എന്നുള്ള തെറ്റിദ്ധാരണ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ CPM കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെയല്ല എന്ന് പറയേണ്ട, ആർജവം കാണിക്കേണ്ട ആളുകൾ അപ്പുറത്തില്ലാതെ വരുമ്പോൾ ഞങ്ങൾ ആ പണി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്താണ് ഇരിക്കുന്നത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ ആ സ്ഥാനത്തിന് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിക്കാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മറ്റാര് വന്നാലും കൊടുക്കുന്ന അതേ പരിഗണനയോ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സ്വാർത്ഥ ലാഭത്തിന് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർഗീയത നിരന്തരം വിളമ്പുമ്പോൾ അത് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ടുള്ള ബാധ്യത കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, നേതാക്കന്മാർക്കുണ്ട്. ആ ചുമതല കൃത്യമായിട്ട് UDF നിർവഹിക്കുന്നുണ്ട്, പ്രതിപക്ഷം നിർവഹിക്കുന്നുണ്ട്. അത് നിർവഹിക്കാതെ വെള്ളാപ്പള്ളി നടേശനെ താലോലിച്ച് കൈപിടിച്ച് 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോയത് പിണറായി വിജയനാണ്. വിജിലൻസ് കേസിലെ പ്രതിയായിട്ടുള്ള, ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് ആ വിജിലൻസിന്റെയും ആഭ്യന്തരത്തിന്റെയും വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ കാറിൽ കൊണ്ടുപോകുന്നത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അപ്പൊ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യാമെന്നുള്ള CPMന്റെ വ്യാമോഹമാണ്. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പറയുന്നുണ്ട്, ബൈ ഇലക്ഷൻസിന്റെ റിസൾട്ട് പറയുന്നുണ്ട്, ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് പറയുന്നുണ്ട്. ഇതിൽ നിന്നും അവർ പഠിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, എന്റെ ആദ്യഘട്ടത്തിൽ ചോദിച്ചത് തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. 9.5 കൊല്ലം കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രിയും നേതാക്കന്മാരും, അതിൽ ഒന്നാമത്തെ പാർട്ടിയായിട്ടുള്ള CPMന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ചും, അവർ പ്രയോഗിക്കുന്ന മാർഗങ്ങൾ എന്താ? അവരുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയാതെ, അതിന് ആത്മവിശ്വാസ കുറവുള്ളത് കൊണ്ടാണ് വർഗീയവാദത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അവർ വിതയ്ക്കുന്ന വിത്ത് സംഘപരിവാറിന് വേണ്ടിയിട്ട് കൊയ്യാനുള്ള വിത്താണ്. അതിന്റെ ഒരു തർക്കവും നമുക്കില്ല. പിന്നെ ഇപ്പോൾ ഹസ്കർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇവരുടെ യന്ത്രം ഒരു സ്വിച്ച് ഇട്ടാൽ പെട്ടെന്ന് ഓണായി കൃത്യമായിട്ട് പ്രവർത്തിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന്. 3 മാസമുള്ള ഹസ്കറെ. പക്ഷെ ഈ സ്വിച്ച് ഇടാനായിട്ട് ഒരാളെങ്കിലും താഴെത്തട്ടിൽ അവശേഷിക്കണം. 60 വർഷമായിട്ട് CPM അല്ലാതെ മറ്റൊരു പാർട്ടിയും LDF അല്ലാതെ മറ്റൊരാളും ജയിക്കാത്ത വാർഡുകളിൽ പോലും 400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, 100 കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? CPMന് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ള അനുഭാവികളും അണികളും പാർട്ടി പ്രവർത്തകരും അംഗങ്ങളും ഈ കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തിരിച്ചറിയണം. ആ തിരിച്ചറിവില്ലാതെ പോവുകയാണ്. വർഗീയവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടത്. ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ലാഭം കൊയ്യാമെന്നുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ ബോധ്യം CPM കടം കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനുഷ്യരെ കാണുന്നില്ല. ഈ പറഞ്ഞ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞങ്ങൾ പറഞ്ഞ കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ആ വിഷയത്തിൽ ബാധിക്കപ്പെട്ട മനുഷ്യരെ കാണാതെ അവരുടെ ജാതിയും മതവും മാത്രം തിരയുന്ന തിരക്കിലായിരുന്നു CPMന്റെ നേതാക്കന്മാർ. അതായത് ലീഗുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അങ്ങതുപോലെ BJPയുമായി ബന്ധപ്പെട്ട ആശങ്ക പറയുമ്പോൾ ഇപ്പോൾ റിജി ലൂക്കോസ് പോലെ ഇടത് സഹയാത്രികനായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്നതല്ലാതെ പാർട്ടിയുടെ നേതാവല്ലല്ലോ എന്ന് തിരിച്ചു CPM ചോദിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ BJPയിലേക്ക് പോയിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് എന്ന തിരിച്ചുള്ള മറുപടി കോൺഗ്രസിനോട് ഉയരുന്നുണ്ട്.
അല്ല, ഞാൻ സ്മൃതി, ഇതിൽ എനിക്ക് റെജി ലൂക്കോസ് വ്യക്തിപരമായി BJP പോയതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, ഈ രാജ്യത്ത് ഏതൊരു പൗരനുമുള്ള സ്വാതന്ത്ര്യം. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹം ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ എത്തിയല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട്. കാരണം ഏത് പാർട്ടിയിലേക്ക് മാറിയാലും BJPയിലേക്ക് മാറല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ആയിരിക്കുമ്പോൾ തന്നെ പറയട്ടെ. പക്ഷെ ആഴമുള്ള പ്രത്യയശാസ്ത്ര ബോധ്യമില്ലാത്ത ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കാം, സ്ഥാനമോഹങ്ങളായിരിക്കാം, എന്തുമായിക്കോട്ടെ, ഇത്തരം രാഷ്ട്രീയ ഭാഗ്യാന്വേഷികൾ മാറിക്കൊണ്ടിരിക്കും. അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും അല്ലെങ്കിൽ ടോം വടക്കനൊക്കെ പോയതിനെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരാളാണ് റെജി ലൂക്കോസ്. ഈ റെജി ലൂക്കോസ് ആരാ? അവരുടെ CPMന്റെ ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. റെജി ലൂക്കോസ് ഒരിക്കലും CPMന്റെ അനുഭാവിയും അണിയും സഹയാത്രികനല്ലെന്ന് CPM എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ CPMന്റെ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ വലിയ വിസിബിലിറ്റി കിട്ടിക്കൊണ്ടിരുന്ന ഒരു CPMന്റെ നേതാവിനേക്കാൾ വലിയ പ്രാമുഖ്യം അവരുടെ അണികളും അനുഭാവികളും നേതാക്കന്മാരും കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി BJPയിലേക്ക് പോകുമ്പോൾ മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇനിയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പക്ഷെ BJPയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൽ പല കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളൊക്കെ ഈ പറഞ്ഞ സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നുള്ള തർക്കം വേണ്ട. അതിൽ ഭീഷണി ഉണ്ടാകാം, സ്ഥാനമോഹങ്ങൾ ഉണ്ടാകും, പലതും ഉണ്ടാകും. പച്ച വർഗീയതല്ല പറയുന്നത്. ഇപ്പൊ റെജി ലൂക്കോസ് തന്നെ, അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കാതെ പോയത്. താങ്കൾ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം. റെജി ലൂക്കോസ് തന്നെ ചർച്ചയ്ക്ക്, BJPയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ പോലും മിനിഞ്ഞാന്നത്തെ ചർച്ചയിൽ CPMന്റെ ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞു വന്ന് പിണറായി വിജയൻ വേണ്ടി വാദിക്കുക, ഒരേ സമയം പിണറായി വിജയന് വേണ്ടി സംസാരിക്കുകയും നരേന്ദ്രമോദിയെ മനസ്സിൽ ആരാധിക്കുകയും ചെയ്യുന്ന റെജി ലൂക്കോസ് ഒറ്റ ദിവസം കൊണ്ട് BJPയിൽ അംഗത്വം എടുക്കുന്നു. അവിടെ ചെന്ന് രാജീവ് ചന്ദ്രശേഖരനെ കാണുമ്പോൾ തന്നെ അംഗത്വം കൊടുക്കാവുന്ന രീതിയിൽ അംഗങ്ങളുടെ വലിയ ദൗർലഭ്യമുള്ള ഒരു പാർട്ടിയാണത്. ആരെ കിട്ടിയാലും അപ്പൊ അംഗത്വം കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ ജാതിയും മതവും നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. റെജി ലൂക്കോസ് ഇന്ന് പറയുന്നുണ്ടായി അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെയുള്ള ലൂക്കോസ് ആണ് പ്രശ്നമെന്ന്. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും കാലം ചെറുപ്പകാലം തൊട്ട് CPM പരിപോഷിപ്പിച്ച് വളർത്തിയ ആളാണെന്നാണ് റെജി ലൂക്കോസ് അവകാശപ്പെടുന്നതും CPM അയാളെ സെലിബ്രേറ്റ് ചെയ്തതും. അയാൾ പറയുകയാണ് എന്നെ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമാണ് CPMൽ ഒതുക്കിയത് എന്ന് പറയുമ്പോൾ അതൊക്കെ എന്ത് രാഷ്ട്രീയ ബോധ്യോ? ഇവരുടെ പാർട്ടി ക്ലാസുകൾ എന്താ? കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല. ഇതൊരു ലൂസ് സിസ്റ്റമാണ്. ഞങ്ങൾ ഒരു ആശയപരമായിട്ടുള്ള അടിത്തറയുടെ പേരിൽ സ്നേഹം കൊണ്ടും അങ്ങനെയൊക്കെ കൂടി നിൽക്കുന്ന ആളുകളാ. പക്ഷെ CPMന് പല പാർട്ടി ക്ലാസ് കൊടുത്ത് കല്ല് പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് BJPയിൽ ചെന്ന് അംഗത്വം എടുത്ത് BJPക്ക് വേണ്ടി വാദിക്കുന്നത് എന്തൊരു കഷ്ടമാ. ഇപ്പൊ ഇന്നലെ അട്ടപ്പാടിയിലെ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തി BJP പോയി അംഗത്വം എടുത്തത്. ഇതിന്റെ കാരണം എന്താ? ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോഴും CPM നിന്ന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞാലും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഒരു കാര്യം പറയട്ടെ, ആര് BJPയിലേക്ക് പോകുന്നതും ശരിയായ നടപടിയല്ല. അതിൽ സങ്കടമുള്ള ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഇങ്ങനെ പോകുന്ന ആളുകളിൽ കോൺഗ്രസ്സുകാരെ മാത്രം തെരഞ്ഞുപിടിച്ച്, കോൺഗ്രസ് ആയിരുന്നവരെ മാത്രം തെരഞ്ഞുപിടിച്ച് ആഘോഷിക്കുന്ന CPMന്റെ ആ തെറ്റായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് തിരുത്തപ്പെടണം. റെജി ലൂക്കോസും പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയായിരുന്നു. ഇപ്പൊ റെജി ലൂക്കോസിന് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാൻ കിട്ടി. അപ്പോ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന, AK ബാലനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന റെജി ലൂക്കോസ് കുറച്ചുകൂടി നന്നായിട്ട് ആ വർഗീയ രാഷ്ട്രീയം കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്ന ആളുകൾ, ഇപ്പൊ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ആളുകളൊക്കെ പോയപ്പോ പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ട് ഒത്താശയോടെ പോയതെന്ന്. അപ്പൊ റെജി ലൂക്കോസിനെ പറഞ്ഞു വിട്ടത് പിണറായി വിജയനാണോ? ഇത്രയും കാലം പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസ് വരെ ന്യായീകരിച്ച് നാവ് തളർന്ന റെജി ലൂക്കോസ് BJPയിൽ ചേർന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ? അത് നമുക്ക് അറിയണം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.